ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകം, ഇന്ത്യ രാജ്യത്തെ ലോകം മുഴുവൻ നോക്കിക്കാണുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? അത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്, നാനാത്വത്തിൽ ഏകത്വമാണ്. വൈജാത്യങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആ വൈജാത്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു സിനിമാ നടൻ നടത്തിയൊരു പരാമർശം എന്താണ്, തമിഴ് പെറ്റതാണ് കന്നഡയെ എന്നൊരു വാചകം പ്രയോഗിക്കേണ്ടായി. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അവരൊക്കെ പിന്നെ ഈ LDF സർക്കാരിൻ്റെ 4ാം വാർഷിക സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ആ സമയത്താണോ എനിക്ക് ഓർമ്മയില്ല. എന്തായിരുന്നാലും അങ്ങനെ വാചകം അത് കന്നഡയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. കന്നഡക്കാർ അതിനെതിരെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കും, അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ വലിച്ചീറി പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ. അപ്പോൾ കന്നഡക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ അവരുടെ ഒരു വികാരമാണ്. ഇനി തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് അവിടുത്തെ തമിഴ് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് അവിടുത്തെ ബോർഡ് പോലും വായിക്കാൻ കഴിയില്ല. ഇംഗ്ലീഷിൽ ബോർഡ് വെക്കുന്നത് തന്നെ പലയിടത്തും അപൂർവമാണ്. തമിഴ് എന്താണ്? അവർക്ക് അവരുടെ ഒരു വികാരമാണ്. അത് ഭാഷ മാത്രമല്ല, വേഷത്തിൽ ആ വൈകാരികതകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ ആ വൈകാരികതകൾ ഉണ്ടാകും, കൃഷിയിൽ ആ ഇത് ഇങ്ങനത്തെ വിവിധങ്ങളായ സംസ്കാരങ്ങൾ ചേർന്നു വന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം. ഇതൊരു പ്രാഥമികമായ ഇന്ത്യയെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, ആചാരങ്ങളിൽ, അതെ, എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അത് പൂർണ്ണമായും എന്താണ്, അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ത്രിഭാഷാ നയം സർക്കാർ കൊണ്ടുവരുന്നത്.